സൈലൻസ്. നമ്മളിന്ന് ഒരു പ്രധാന വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. എല്ലാരും ഉണ്ടല്ലോ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിദ്യാലയം പ്രതിഭകളിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ പഞ്ചായത്ത് മെമ്പറും ഏറെ ചർച്ച ചെയ്യപ്പെട്ട കുരുതിപ്പൂക്കൾ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുമായ ശ്രീ സോമൻ കൊടകരയെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ടീച്ചറെ ഇരിക്കട്ടെ. പക്ഷേ ഇരിക്കും. ഇനി നമുക്ക് കുറച്ച് മിഠായി കഴിയും. എടുക്കുമോ? കുട്ടിക്കാലത്തെ മാഷ എങ്ങനത്തെ മിഠായികളൊക്കെ നമുക്ക് കഴിച്ചിരുന്നേ? കുരുതിപ്പൂക്കൾ ഒരു ബോധവൽക്കരണ ചിത്രമായിരുന്നില്ലേ? എയ്ഡ്സ് ബോധവൽക്കരണം. അതിൽ അഭിനയിച്ച കുട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ പെട്ടി നിങ്ങൾ കണ്ടോ? ഇതാണ് സിനിമാ പെട്ടി. ഇതിലായിരുന്നു കുരുതിപ്പൂക്കൾ. ലോകത്തുള്ള എല്ലാ നടീനടന്മാരും നിറഞ്ഞു നിന്നത് ഇത്തരം പെട്ടിയല്ല. കാറിലും ബസ്സിലും ട്രെയിനിലും വലിവണ്ടിയിലൊക്കെ സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നത് ഇത്തരം പെട്ടികളിലായിരുന്നു. ടീച്ചറെ, കുരുതിപ്പൂക്കളെ കുറിച്ച് എഴുതിയ പത്ര കട്ടിങ്സ് അതൊക്കെ. പഠിക്കുമ്പോൾ മറക്കാനാവാത്ത ഏതെങ്കിലും അനുഭവമുണ്ടോ? നിരവധിയുണ്ട്. അതിലൊരു അനുഭവം ഞാൻ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് വനജ ടീച്ചർ ഇംഗ്ലീഷ് പദ്യത്തിലെ 8 വരി കാണാപ്പാഠം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ എടുത്ത പോയം എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. സൈലൻസ്. വേലായുധം ചൊല്ലു. നെക്സ്റ്റ് പ്രേമൻ. സോമനാഥൻ. Swift things are beautiful and solos and dear, and the lightning that falls bright veined and clear, rivers and meteors, winds in the wheat, a strong withered horse with a runner's feet. വെരി ഗുഡ്. നീ ബാക്കിൽ കണ്ടോനെന്താ ഫ്രണ്ടിൽ വന്നിട്ട്? അങ്ങനെ പിൻബെഞ്ചിലിരുന്ന ഞാൻ മുമ്പിലെത്തി. മുൻബെഞ്ചിലിരിക്കുമ്പോഴാണ് ടീച്ചർ മറ്റൊരു കാര്യം പറയണേ. അതെ സോമൻ, അടുത്ത 8 വരി തിങ്കളാഴ്ച വരുമ്പോൾ പഠിച്ചിട്ട് വരണം. പിന്നെ എത്രയോ തിങ്കളാഴ്ചകൾ കഴിഞ്ഞു. അത് ഇന്നും പഠിക്കാൻ പറ്റിയില്ല. അതൊരു വേദനയായി ഇന്നും മനസ്സിലുണ്ട്. അതെന്താ അങ്കിളെ പഠിക്കാനേ? അവന്റെ ചോദ്യം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അതെന്താ അങ്കിളെ പഠിക്കാനേ? ബാക്കി വരെ എന്തേ പഠിക്കാനേ? ആ 8 വരി എങ്ങനെയെങ്കിലും പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. Dear Soman, listen to me. Age is not an excuse for not learning. Try hard. You may fail. So try again and again. You will definitely succeed. Come on, Soman. You can do it. When you fall 7 times, you need to stand up 8 times. When life knocks you down, stand back up. I'm sure, Soman, you will be able to do it. ചേട്ടാ, ഇവിടെ പഴയ പുസ്തകങ്ങളൊക്കെ തൃശ്ശൂർ അവിടെ തരഞ്ഞാലോ? ഏയ്, ഒരുവിധം വിദേശ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ. സോമ, ഞാൻ പറഞ്ഞില്ല പുസ്തകം ഇവിടെ ഉണ്ടെന്ന്. കിട്ടിപ്പോയി. എവിടെയാ? Siftings are beautiful.
swallows stand here, and lightning that falls, and slow things are beautiful. The crossing of the day, the pose of wave. Closing of the day, the pose of wave, ember that crumbles, opening flower, and oaks that moves on, the gate of power. And oaks that moves on, the gate of power. And oaks that moves on, the gate of power. Ember that crumbles, the opening flower, and oaks that moves on, the gate of power. Ember that crumbles, the opening flower, and oaks that moves on, the quiet of power. And slow things are beautiful, the closing of the day. The pose of wave downward. Swift things are Ember beautiful. that crumbles, Swallows and deer, and lightning that falls, bright veined and clear. Rivers and meteors, wind in the wheat, the strong withered horse, the runner's sure feet, and slow. അതെ ആ കവിത ഞാൻ പഠിച്ചു. And slow things are beautiful. അതിന് കടം എന്നോടല്ലല്ലോ, വനജ ടീച്ചറോടല്ലേ. വനജ ടീച്ചറെയാണ് ജലി കേൾപ്പിക്കേണ്ടത്. ചേട്ടാ, നമ്മുടെ കൊടകര സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു വനജ ടീച്ചറെ വീടറിയോ? അറിയില്ല. ഇല്ല അല്ലേ? ഹര ഹരോ ഹര 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 ഹരോ ഹര ഹര. സോമ, നീ എന്താ ഇവിടെ? നമ്മുടെ ബോയ്സ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് വനജ ടീച്ചറിൽ അവരുടെ വീടറിയോ? നമ്മുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറോ? ആ, വനജ ടീച്ചർ. അവരുടെ വീട് കൊടുക്കലൊരു മറ്റാണെന്ന് തോന്നുന്നു. And slow things are beautiful. Soma? The closing of the day. Soma? The pose of wave, curved downward to spray. Ember that crumbles, the opening flower. Ember that crumbles, the opening flower. Ember that crumbles, the opening flower. നമ്മുടെ കൊടകര സ്കൂളിൽ പഠിപ്പിച്ചിരുന്നൊരു വനജ ടീച്ചർ അറിയാം. അവർ വീടങ്ങനെ ഭാഗത്തുണ്ട്. അറിയില്ല. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ ജോലിയിലേക്ക് തിരികെ പോന്നു. ആ, ഇത് ഇവിടെ ഒപ്പട്ടെ. മുകളിൽ ഇത് ഇവിടെ കേട്ടാ. ആ വിളിക്കാം. അപ്പം ഇത് പഞ്ചായത്തിൽ കൊടുത്തോട്ടാ. ആ, ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞോളാം കേട്ടാ. ഹലോ, ഊന്നേ കൊടുങ്ങല്ലൊക്കെ അന്വേഷിച്ചു, നടവരമ്പത്തും വെള്ളാഞ്ചിറൊക്കെ അന്വേഷിച്ചു. ഇനിയിപ്പോൾ അതങ്ങനെ അധ്യാപകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ ശരി കേട്ടോ.
ശിവാസ ഞാൻ ഇറങ്ങി. അപ്പം ശരി അത് കൊണ്ട് കേട്ടാ. അതെ ക്ഷേമ പെൻഷൻ ആൾക്കാർ മസ്റ്ററിങ് നടത്താത്തവർ മസ്റ്ററിങ് നടത്തിക്കോളാം. പറഞ്ഞാൽ പെൻഷൻ കിട്ടില്ല കേട്ടല്ലേ. ശരി ശരി അത് നിങ്ങൾ ഏർപ്പാട് ചെയ്തു. സോമനല്ലേ? ആ, നമ്മുടെ സ്കൂൾ വാർഷികത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? ശരി ശരി ശരി, ഓക്കെ ഓക്കെ, നേരത്തേക്ക് എത്തിക്കോളൂ കേട്ടോ. ഓക്കെ 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 ശരി. പിന്നെ കരാറ് ഞാൻ ഒന്ന് പറഞ്ഞോളാം കേട്ടാ. അതില്ല അത് കുഴപ്പമില്ല. പിന്നെ വേറെ എന്തില്ല? ആ ഒരു സെക്കൻഡ്. ആ പറയാം. അതിലെന്തേ ഗംഭീരാക്കണം. ഹലോ ഹലോ. ഓ അതൊരു നല്ല കാര്യമല്ലേ. എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാവും. ഞാൻ കൂടെയുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഈ വാർഷിക പൊതുയോഗത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു വിഷയം, സംസ്ഥാന സർക്കാർ ഈ വർഷം 1 കോടി രൂപ ഈ വിദ്യാലയത്തിനായി അനുവദിച്ചിരിക്കുന്നു. വിദ്യാലയത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിനോടൊപ്പം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും നമ്മളിലൊരാളായി നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സോമതയെ അവിടെ വിളിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡിക്സനെ അധ്യക്ഷനായി ക്ഷണിക്കുന്നു. എന്താ വൈകിയേ? കയറിയിരിക്കൂ. എലിസബത്ത് ഗോഡ്സ്വർത്തിൻ്റെ ഈ മനോഹരമായ പദ്യം നമ്മൾ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. നിങ്ങളെല്ലാവരും പഠിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നീ ഓരോരുത്തരായി ചൊല്ലി കേൾപ്പിക്കുകയും. രാജഗോപാൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ടീച്ചറെ. ദിൽകുമാർ? കാലം കുറേ ടീച്ചറെ, മറന്നുപോയി. സോമൻ എവിടെ? സോമൻ പഠിച്ചു വന്നിട്ടുണ്ടോ? ടീച്ചറെ പഠിച്ചിട്ടുണ്ട്. And slow things are beautiful. The closing of the day, the pulse of wave that curves downward to spray, the ember that crumbles, the opening flower, the ox that moves on, the quiet of power. വളരെ സന്തോഷം സോമ. പദ്യം നല്ല ഭംഗിയായിട്ട് പഠിച്ചു വന്നില്ലോ. മിടുക്കനാണ്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു അനുഭവം എന്നെ തേടിയെത്തിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ജീവിതം സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചറെ, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? വരൂ. മുപ്പത്തൊമ്പത് വർഷം മുമ്പ് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി ബാക്കി വെച്ചു പോയ 8 വരി കവിതയുടെ കടം വീട്ടിയ മഹാസുദിനമാണ് ഇന്ന്. ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി പഴയ അധ്യാപികയെയും വിദ്യാർത്ഥികളെയും കണ്ടെത്തി ഇവിടെ കൊണ്ടുവരാൻ അധ്യാപകരും ഞങ്ങളും നടത്തിയ പരിശ്രമം ചെറുതല്ല.
ഇക്കാര്യം ആദ്യം എന്നോട് സൂചിപ്പിച്ചത് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PR പ്രസാദനാണ്. ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PR പ്രസാദനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എത്രയോ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ചുണർത്തിയത് സോമനാണ്. പഠിക്കാതെ പോയ കവിത പഠിച്ചെന്നും അന്നെന്നെ പഠിപ്പിച്ച ടീച്ചറെ ചൊല്ലിക്കേൾപ്പിക്കണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സോമൻ്റെ വേദന എൻ്റെയും വേദനയായി മാറി. പിന്നീടുണ്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി സോമൻ നിങ്ങളോട് സംസാരിക്കട്ടെ. നന്മയുള്ളവരെ, വർഷങ്ങളായി കൊണ്ടു നടന്നിരുന്ന ഒരു വേദന, ഒരു ഭാരം ഇറക്കി വെച്ച സന്തോഷമുണ്ട് ഇന്നെനിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാൻ മറന്നുപോയ ഒരു കവിത, കവിതയിലെ 8 വരി, ആ 8 വരികൾ കേൾക്കാൻ നിരവധി കെട്ടിടങ്ങൾ വിദ്യാലയത്തിൽ വന്നിട്ടും ആ ക്ലാസ് മുറി കാത്തിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാലയം പ്രതിഭകളെ തേടി എന്ന പരിപാടിയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചോദ്യമാണ്, ആ കവിത എന്താ പഠിക്കാഞ്ഞേ എന്ന ചോദ്യമാണ് ഈ കൂട്ടായ്മയുടെ കാരണം. ആ ചോദ്യം വലിയൊരു ഉത്തരമാണ്. ഇതും ഒരു ഉത്തരമാണ്. And slow things are beautiful. The closing of the day, the pulse of wave that curves downward to spray, the ember that crumbles, the opening flower, thoughts that move sound, the quiet of power,